ഓപ്പണായിട്ട് പറയാം, നിനക്കൊന്നും വിവരമില്ലെങ്കിൽ വായു അടച്ചു പൂട്ടിയിട്ട് നിന്റെയൊക്കെ വീട്ടിലൊരു മൂലയ്ക്ക് വെട്ടിരിക്കണം. നിന്റെയൊക്കെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്ന ഈ ചീഞ്ഞളിഞ്ഞ സദാചാരം ഉണ്ടല്ലോ, ഇതൊന്നും എത്ര കഴുകിയാലും പോകത്തില്ല. കാരണം അതുപോലെ തന്നെ ഒട്ടും നിലവാരമില്ലാത്ത കുറെ ആളുകളാണ് നീയൊക്കെ. ആദ്യം നീയൊക്കെ പോയിട്ട് ആ നാടകം മുഴുവനായിട്ടൊന്ന് കാണുക. ആ നാടകത്തിൽ പറയുന്ന കാര്യം എന്താണ്, ആ നാടകത്തിലെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നീയൊക്കെ മനസ്സിലാക്കുക. വെറുതെ ഒരു സാങ്കല്പിക കഥയും കൊണ്ടുവന്ന് നാടകം കളിച്ചിട്ട് പോയവരല്ല അവരൊന്നും. അവരൊക്കെ വ്യക്തമായ കൃത്യമായ രാഷ്ട്രീയമാണ്, ചരിത്രമാണ് അവിടെ നാടകമായിട്ട് ആവിഷ്കരിച്ചത്. അതൊന്നും നിന്റെ ഒന്നും തലയിലോട്ട് കയറാഞ്ഞിട്ടല്ല എന്ന് നന്നായിട്ട് അറിയാം. കേറിയിട്ടുണ്ട്, നല്ലപോലെ കേറിയിട്ടുണ്ട്. ആ കേറിയതിന്റെ ചൊരുക്കാണ് നീയൊക്കെ ഇത്രയും തരംതാണ രീതിയിൽ ആ കലയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് സ്നേഹലതാ റെഡ്ഡി അനുഭവിച്ചതും അവർ കണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ആ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് മിസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാടകം അവർ അവതരിപ്പിച്ചത്. ഈ ചരിത്രം മുഴുവനും നിനക്കൊക്കെ അറിയാം, പക്ഷെ നീ ഒന്നത് കാണിക്കില്ല. പകരം ആ കലയെ അടിച്ചമർത്താൻ, ആ കലയെ അധിക്ഷേപിക്കാൻ നീയൊക്കെ തെരഞ്ഞെടുത്ത മാർഗം ഉണ്ടല്ലോ, അവിടെയുണ്ട് നീ എന്താണ്, നിന്റെ ക്യാരക്ടർ എന്താണ്, നിന്റെ പ്രസ്ഥാനം എന്താണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ ആർക്കൊക്കെയാണോ കൊള്ളേണ്ടത് അവർക്കൊക്കെ കൃത്യമായിട്ട് അത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ മോശമായിട്ട് വോട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൂട്ടത്തിൽ കുറെ ചാണകങ്ങളുണ്ട്, ആ ചാണകം നക്കുന്നവന്മാരും ഉണ്ട്. അത് ഞാൻ വ്യക്തമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇവിടെ ഇല്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു കലാകാരന് കലയിലൂടെ രാഷ്ട്രീയം തുറന്നു പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. സിനിമകളിലൂടെയാണ് രാഷ്ട്രീയം പറയുന്നതെങ്കിൽ നീയൊക്കെ സെൻസർ ചെയ്യും. നിന്റെയൊക്കെ കയ്യിൽ ആ കത്രിക. ഒരു സിനിമയിലൂടെ പക്ഷേ രാഷ്ട്രീയം ചിത്രീകരിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒന്നും സമ്മതിക്കത്തില്ല. കാരണം നിന്റെയൊക്കെ മുമ്പിൽ ആ സെൻസറിംഗ് എന്നും പറഞ്ഞ് വരുന്നത്, നീയൊക്കെ നിഷ്പ്രയാസം കത്രിക കൊണ്ട് അതൊക്കെ വെട്ടിക്കളയും. എന്നിട്ട് നീയൊക്കെ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്ത് ജനങ്ങൾ അത് കാണണം. നിന്റെയൊക്കെ കത്രിക വിട്ട് ഭയന്നിട്ട് പറയാനുള്ള രാഷ്ട്രീയം പേപ്പറിൽ മാത്രമായിട്ട് ഒതുക്കിയിട്ട് അത് ദൃശ്യങ്ങളിലേക്ക് എത്തിക്കാതെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിന്റെയൊക്കെ സെൻസറിങ്ങിന് വിധേയപ്പെടാത്ത പച്ചയായ രാഷ്ട്രീയം സത്യസന്ധമായി വിളിച്ചു പറയുന്ന നാടകങ്ങള്, തെരുവ് നാടകങ്ങളൊക്കെ നിനക്കൊക്കെ കൈക്കും. ആ കയ്പിന് കേരളത്തിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം നീയൊക്കെ ഓർക്കണം. ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച നിന്റെയൊക്കെ ചിന്താഗതി, നീയൊക്കെ ഉണ്ടാക്കി വിടുന്ന ഇതുപോലുള്ള പോസ്റ്റുകൾ കാണുന്ന നിന്റെയൊക്കെ വീട്ടിലുള്ളവരുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സത്യമായിട്ടും കഷ്ടം തോന്നുന്നുണ്ട്. കുറച്ചുനാൾ മുന്നേ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ ഒരു മൂക്കാത്ത ചാണകത്തിന്റെ ലൈംഗിക വൈകൃതം ഈ കേരളം മുഴുവനും കണ്ടതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് ഒരു കൂട്ടം മനുഷ്യർ ഈ നിയമവ്യവസ്ഥയിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങൾ ഈ ലോകം മുഴുവനും വ്യക്തമായി അറിയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അന്ന് ഈ കേന്ദ്രം ഭരിച്ചിരുന്ന ആരാണെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അതേ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി തന്നെയാണ് ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്. ഈ അശ്ലീലം വിളിച്ചു പറയുന്നവരുടെ ഒപ്പം തന്നെ അവരുടെ കുറച്ച് പടയാളികളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ നാടകം ഇവിടം കൊണ്ട് അവസാനിക്കാൻ പാടില്ല. ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ഇനിയും പല സ്ഥലങ്ങളിലും അവതരിപ്പിക്കണം. നിങ്ങൾക്ക് തട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി കളിക്കണം. നിങ്ങളെ പിന്തുണയ്ക്കാനും നിങ്ങളുടെ ഒപ്പം നിൽക്കാനും ഒരുപാട് വിവരമുള്ള ജനങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്.